അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവോള വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സവോള ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കുക കൂടി ചെയ്യുക. ഈ സമയത്ത് എണ്ണ ഒന്ന് റെഡി ആയി വരുന്ന സമയത്ത് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ നീളത്തില് നമ്മുടെ സാധാരണ അരിയുന്ന പോലെ ഒരുപാട് കനം കുറയ്ക്കേണ്ട, ഒരു ഇച്ചിരി കട്ടിക്ക് അരിഞ്ഞെടുക്കും. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായ ഉടനെ നമ്മളിപ്പോ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അതെ, എണ്ണ മാക്സിമം കുറയ്ക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ ആദ്യം തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉലുവയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം ഐറ്റം ഒന്നും ഇല്ല. നമ്മുടെ എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില കാര്യങ്ങളൊക്കെ, ഒരു വറ്റൽമുളക്, അതെ, അത്രയൊക്കെ ഉള്ള സംഭവം. അപ്പൊ നമ്മളത് എന്താ പറയുക, ഉലുവ അത്യാവശ്യം റെഡി ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി. ഒരുപാട് അങ്ങ് വലിയ ഇതായിട്ട് എടുക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഇത് വളരെ വേഗം ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിത് അരിഞ്ഞൊന്നും ഇല്ല, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 അല്ലി വെറുതെ എടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അതെല്ലാം സംഭവം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് തീ ഒന്ന് മുറിച്ചിട്ടിട്ട് മതി. അപ്പൊ അത് റെഡിയായി. ഇനി നമുക്ക് ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പം സംഭവം എല്ലാം അടിപൊളിയായിട്ട് റെഡിയാണ്. നമ്മൾ തീ മാക്സിമം കുറച്ച് തരണം കേട്ടോ. എണ്ണ നല്ല ചൂടാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മുടെ മുളകും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്കുണ്ടല്ലോ സ്വല്പം പുളി വേണം. അപ്പൊ ആ പുളിക്ക് നമ്മുടെ വാളംപുളിയാണ്. വാളംപുളി കഴിഞ്ഞ് എടുത്തിരിക്കുന്നതിന്റെ വെള്ളമാണ്. അപ്പൊ ഇതിന് പകരം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ എന്തോ ആണ് കിട്ടുക. പക്ഷേ ഈ ഒരു കളറിനും കൂടിയാണ് നമ്മള് ഈ പുളിവെള്ളം തന്നെ എടുത്തത്. അപ്പൊ നമ്മുടെ പൊടിയെല്ലാം മൂത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പൊ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ഇങ്ങനെ വിടർത്തിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതെ, ഇങ്ങനെ ഒരുമിച്ചിരിക്കാതെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളി ഇട്ടിട്ടേ നമ്മൾ തീ ഓണാക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും, ക്രഞ്ചി ഫീലും ഒക്കെ. അപ്പൊ ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. ഇതല്ല, അത്യാവശ്യം കുറച്ച് ദിവസം കേടാകാതിരിക്കും. പിന്നെ ഒരുപാട് ദിവസം കേടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം നല്ലെണ്ണയും കൂടെ ഒന്ന് എന്താ പറയുന്നത് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരുന്ന സാധനം. അപ്പൊ ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. അത്രയും കൂടെ ഉള്ളു ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നമ്മുടെ സവോള അച്ചാറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അധികം സാധനം എടുക്കുന്നതെന്ന് വെച്ചാൽ സവോള നരിയ വേണ്ടി മാത്രം. ബാക്കി എല്ലാ പരിപാടികളും വളരെ നിമിഷം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയോ, ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇത് കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ചേർത്താൽ മതി. അതുകൂടെ ഇത് നമ്മുടെ എണ്ണ വളരെ കുറവാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ പിന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ നല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ.
cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.